നമസ്കാരം. ന്യൂസ് കേരള സായാഹ്ന വാർത്തകളുമായി CK നസർ, കാഞ്ഞങ്ങാട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 300 കടന്നു. 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. 1700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇന്ന് ദുരന്ത മേഖലയെ 6 സോണായി തിരിച്ചാണ് പരിശോധന. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിച്ചു. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ നടക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഇന്ന് രാവിലെ നടത്തിയ ഇതുവരെ ഉള്ള തിരച്ചിലിൽ 4 മൃതദേഹങ്ങളും 3 ശരീരഭാഗങ്ങളും കണ്ടെത്തി. മേപ്പാടി ആശുപത്രിയിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. നിലമ്പൂർ ആശുപത്രിയിൽ 2 മൃതദേഹങ്ങളുണ്ട്. 105 മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 279 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു. 206 പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായവരുടെ മൊബൈൽ ലൊക്കേഷൻ നോക്കി പരിശോധന നടത്താനാണ് തീരുമാനം. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഒഴുകിയെത്തിയ 144 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. പൂർണ്ണ ശരീരത്തോടെ ലഭിച്ചത് 10 മൃതദേഹങ്ങൾ മാത്രമാണെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ശരീരം പൊട്ടിത്തകർന്ന് അകം ശൂന്യമായ തലകളും തലയില്ലാത്ത 40ഓളം ഉടലുകളും പാറക്കെട്ടുകളിൽ നിന്നും മറ്റും കുരുങ്ങി കൈകാലുകളും വേർപെട്ട ശരീരങ്ങളും എല്ലുകളും പേശികളും വേറിട്ട് തോലുമായി മാത്രം ഒഴുകി വന്നതെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കണ്ട ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളായിരുന്നുവെന്ന് ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ദുരന്ത വാർത്തകൾക്കിടയിൽ വയനാട്ടിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത. രക്ഷാപ്രവർത്തനത്തിൻ്റെ 4ാം ദിവസം സൈന്യത്തിൻ്റെ തിരച്ചിലിൽ 4 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. കാഞ്ഞിരക്കാത്തോട് കുടുംബത്തിലെ ജോണി, ജോമോൾ, എബ്രാഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്തെ തകർന്ന വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഉരുൾപൊട്ടലിൽ പകുതി തകർന്നുപോയ വീട്ടിൽ 4 ദിവസമായി പുറത്തിറങ്ങാനാവാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കുടുംബം. ചൂരൽമലയിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ 3 കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇന്നലെ നടന്ന 8 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത്. എടാർട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളുമാണ് കോളനിയിൽ 2 ദിവസമായി കുടുങ്ങിയത്. 2 ദിവസം കനത്ത മഴയിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണമില്ലാതായതോടെ കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 49 കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രദേശത്തെ 2 സ്കൂളുകൾ തകർന്നിട്ടുണ്ടെന്നും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചുമകളുടെ വിവാഹം നടക്കാതെ പോയതടക്കമുള്ള പരാതികളാണ് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് അമ്മമാർ വിശദമാക്കിയത്. വിഷമിക്കരുതെന്നും വീട് വെച്ച് നൽകുമെന്നും കൊച്ചുമകളുടെ വിവാഹം നടത്താനുള്ള സഹായം നൽകുമെന്നുമുള്ള ഉറപ്പ് നൽകിയാണ് രാഹുൽ ക്യാമ്പിൽ നിന്ന് മടങ്ങിയത്. രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പ് ഏറ്റെടുത്ത് നടത്തുമെന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്ന VD സതീശനും T സിദ്ദീഖും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തെ വിമർശിച്ച് രാഹുൽ വയനാട് യാത്ര ഫോട്ടോ എടുക്കാനുള്ള അവസരമാക്കിയെന്ന് BJP IT സെല്ലിൻ്റെ ദേശീയ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞു. മുതലക്കണ്ണീർ ഒഴുക്കിയതുകൊണ്ട് ദുരിതബാധിതർക്ക് സഹായമാകില്ലെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കുഴിച്ചുമൂടിയത് UPA സർക്കാരാണെന്നും മേപ്പാടിയിലെ അടക്കം പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടുവെന്നും അമിത് മാളവ്യ ആരോപിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുവെന്നും പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൻ്റെ ഫലമായി ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്കൂൾ സമയമാറ്റം നിലവിലെ അജണ്ടയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സംബന്ധിച്ച ശുപാർശകൾക്കായി നിയോഗിച്ച ഖാദർ കമ്മിറ്റി രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്കൂൾ സമയം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ ചെയ്തത്. പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് സമയം ക്രമീകരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ശനിയാഴ്ചകളിലെ പ്രവൃത്തി ദിവസം സംബന്ധിച്ച ചർച്ച ചെയ്ത് പുതിയ കലണ്ടർ തയ്യാറാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്ന് മന്ത്രി പറഞ്ഞു.
പറഞ്ഞു. ശനിയാഴ്ച പ്രവൃത്തി ദിനം സംബന്ധിച്ച 2 സിംഗിൾ ബെഞ്ചുകൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതാണ് അത് അത്ഭുതപ്പെടുത്തുന്നതെന്നും അപ്പീൽ പോകാൻ നിലവിൽ തീരുമാനമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് കക്കയം ഡാം സൈറ്റിലെ റോഡരികിലെ പാറക്കുട്ടം ഇടിഞ്ഞു വീണു. വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിനും 1-ാം വളവിനും ഇടയിലാണ് സംഭവം. വിനോദസഞ്ചാരികളും KSEB ഡാം സേഫ്റ്റി ഹൈഡൻ ഇക്കോ ടൂറിസം ജീവനക്കാരും യാത്രക്ക് ആശ്രയിക്കുന്ന ഏക റോഡാണിത്. KSRTCക്ക് 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത്. ഇപ്പോൾ പ്രതിമാസം 50 കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പുതിയ മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിലെ ലൈസൻസ് ടെസ്റ്റിൽ ആദ്യ ദിനം 48 പേരിൽ ആകെ പാസ്സായത് 18 പേർ മാത്രം. ബാക്കി 30 പേരും പരാജയപ്പെട്ടു. 2 വീലർ ലൈസൻസ് എടുക്കാൻ കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്ര വാഹനമാണ് വ്യാഴാഴ്ച മുതൽ എറണാകുളം RTO ഓഫീസിന് കീഴിലുള്ള ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഉപയോഗിച്ചത്. തൃശ്ശൂർ വലപ്പാട് ഹോട്ടൽ പാകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. പാചകം ചെയ്യുന്നതിനിടെയാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കബനി ദളത്തിലെ അവശേഷിക്കുന്ന കണ്ണിയും മാവോവാദി നേതാവുമായ CP മൊയ്തീൻ തീവ്രവാദ വിരുദ്ധ സേനയുടെ പിടിയിൽ. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ എത്തിയതായും തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറിയതായും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ആലപ്പുഴയിലും എറണാകുളത്തുമടക്കം തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു. തൃശ്ശൂർ മപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 6-ാം വാർഡ് മപ്രാണം പിച്ചാംപിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയംപറമ്പിൽ രമേശാണ് മരിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.